ഉള്ളത് KPC ലീലാകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടൻ ഒരു നാടക കലാകാരനും അതിലുപരി ഒരു സിനിമാ നടനും, ശരിക്കും പറഞ്ഞാൽ ഒരു സകലകലാ വല്ലഭൻ എന്ന് വിശേഷിപ്പിക്കണം അല്ലേ. നമ്മുടെ കൊല്ലത്തുകാരനാണ് ചേട്ടൻ. കുറെ നാളുകൾക്ക് ശേഷമാണ് കലോത്സവ നഗരിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചേട്ടാ ചേട്ടനെ കുറിച്ച് പറയും? എന്നെ കുറിച്ച് പറയാന്, ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ കലോത്സവ ഇതിലൂടെ കടന്നു വന്ന ആളാണ്. കഥാപ്രസംഗത്തിലൂടെയാണേലും പിന്നീട് KPSCയുടെ പ്രഖ്യാത നാടകങ്ങളായ ഒളിവിലെ ഓർമ്മകൾ, അശ്വമേധം, പുടിയനായ പുത്രൻ, പുതിയാകാശം പുതിയ ഭൂമി തുടങ്ങിയ നാടകങ്ങളിലൂടെയും രാജയോഗം, രാജാരവിവർമ്മ തുടങ്ങിയ പ്രമുഖ നാടകങ്ങളിലൊക്കെ പ്രധാന വേഷങ്ങൾ ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥന്മാരായിട്ട് തോപ്പിൽ ഫാസ് സാറ്, NN Plus സാർ തുടങ്ങി ഒരു വലിയ ലെൻഡേന്ദ്ര സാർ, കണിയാപുരം രാമേന്ദ്ര സാർ തുടങ്ങിയ ആളുകളുടെ ഒരു വലിയൊരു സ്വാധീനം എനിക്കത് എൻ്റെ കലയെ പരിപോഷിപ്പിക്കുന്നതിന് വളരെ വലിയ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. പിന്നീട് ചോദ്യം ശരിയാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് ഞാൻ വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, കാരണം ഈ മത്സരം നല്ലത് തന്നെയാണ്, പക്ഷെ ആരോഗ്യകരമായ മത്സരം പലയിടങ്ങളിലും നടക്കാറില്ല എന്നുള്ളത് സത്യമാണ്. ഒരു മിനിറ്റ്, ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് പറയാണ്. ചേട്ടൻ നിരവധി തവണ സംസ്ഥാന കലോത്സവത്തിന്റെ ജഡ്ജായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ കലോത്സവത്തിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ കാരണം? മറ്റൊന്നുമല്ല, കാരണം ഈ ശരിക്കും പറഞ്ഞ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ തലവേദനയാണ്. നമ്മൾ ഒരിക്കലും ഈ നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചുകൊണ്ടൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പോലും അറിയാതെ, അല്ലെങ്കിൽ ഈ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളിന്റെ മാത്രം ഒരു തീരുമാനമല്ല ജഡ്ജ്മെന്റിൽ ഉണ്ടാവുക. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ കാണുന്ന വീക്ഷണകോണിലൂടെ ആയിരിക്കില്ല പലപ്പോഴും സംഭവിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുക വെച്ചാൽ, ചിലപ്പോൾ ഈ അർഹതപ്പെട്ട പല കുട്ടികളും തഴയപ്പെടാറുണ്ട്. അതൊരു വലിയ വേദന തോന്നിയത് കൊണ്ടാണ് ഈ കഴിഞ്ഞ 1-2 പരിപാടികളോടുകൂടി തന്നെ ഞാൻ ഈ ജഡ്ജ്മെന്റ് അങ്ങ് അവസാനിപ്പിച്ചു. കാരണം ഈ കലോത്സവത്തിലൂടെ വിജയിച്ചു വരുന്ന പല കുട്ടികളും പിന്നീട് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാറില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പം നാടക മത്സരം നടന്നപ്പോൾ ഉണ്ടായൊരു കാഴ്ച അതാണ്. കാരണം നല്ല നാടകങ്ങളും നല്ല പ്രതിഭകളായിട്ടുള്ള കലാകാരന്മാരുണ്ട്, പക്ഷേ അവർക്ക് വേണ്ടത്ര പ്രൊമോഷൻ കൊടുക്കുവാൻ നമ്മുടെ ഈ കലോത്സവങ്ങൾ കൊണ്ട് കഴിയുന്നുണ്ടോ ചോദ്യം അവശേഷിക്കുകയാണ്. അതിന് കാരണം ഈ നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ ഇപ്പം മറ്റ് സ്റ്റേറ്റുകൾ, നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നാടകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പം നാടകം കാണുക, അതിനുവേണ്ടി ടിക്കറ്റൊക്കെ തന്നെ മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്യാറുണ്ട്. കലാകാരന് വലിയൊരു അംഗീകാരവും അതോടൊപ്പം സാമ്പത്തിക പ്രയോജനം അവിടെ കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇന്നും ഈ അമച്വർ ആണെങ്കിലും പ്രൊഫഷണൽ നാടകങ്ങളാണെങ്കിലും അത്ര ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം രാവന്തിയോളം പണിയെടുക്കുന്ന ഈ നാടക പ്രവർത്തകന് മാക്സിമം കിട്ടുക 2000 രൂപ, 3000 രൂപയ്ക്ക് അപ്പുറത്തോട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ അരങ്ങിലെ അരജനാണ് നാടകക്കാരനാണെങ്കിൽ വീട്ടിൽ പട്ടിണിയാണ്. മറിച്ച് സിനിമയിലോ സീരിയലിലോ ഒക്കെയാണ് ഇന്ന് മുഖം കാണിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ വലിയ താരമാകുന്നു. അപ്പോൾ ഈ പ്രേക്ഷകന്റെ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കലാത്മകമായ ബോധം ഉണ്ടാക്കിയെടുക്കുവാൻ ഇത്തരം കലോത്സവങ്ങൾ വഴിയൊരുക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ ഒരു പുതിയ രീതി അനുസരിച്ച് 1ാം സ്ഥാനം ഇല്ല, ഗ്രേഡുകളാണ്, A ഗ്രേഡാണ്. അതിനെക്കുറിച്ച് എന്താണ്? അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ A ഗ്രേഡ് എന്ന് പറയുമ്പോൾ കിട്ടുമ്പോൾ ആൾക്കാർക്ക് സമാധാനമുണ്ട്. കാരണം ഈ കോമ്പറ്റീഷനിലാണ് കുറെ പേർക്കെങ്കിലും A ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞ് സമാധാനിക്കുന്നു. പക്ഷേ എങ്കിലും 1-2 സ്ഥാനങ്ങളൊക്കെ വേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഏറ്റവും മിടുക്കനായിട്ടുള്ള ആളെ നമ്മളൊരിക്കലും അവഗണിക്കാൻ കഴിയില്ല. എപ്പോഴും ഈ സുതാര്യതയൊക്കെ പറയുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്കെല്ലാം ഗ്രേഡുകൾ കൊടുക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഏറ്റവും മികച്ച കലാകാരനെ കണ്ടെത്തി അവനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അത് എൻ്റെ പക്ഷമാണ്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കലോത്സവം നൽകുന്നത്. എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? പണ്ടത്തെ കലോത്സവവും ഇപ്പോഴത്തെ കലോത്സവവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ തോന്നിയോ? ഈ പണ്ടൊക്കെ ഞങ്ങളൊക്കെ മത്സരിക്കുന്ന സമയത്ത് അന്ന് സബ് ജില്ലാ കലോത്സവങ്ങളില്ല, റവന്യൂ ജില്ല നേരിട്ട് പോന്നു. അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഗ്രേഡ് കിട്ടുക എന്നോ അല്ലെങ്കിൽ സമ്മാനം കിട്ടുക വലിയ അത്ഭുതകരമായിട്ടൊന്നും തോന്നാറില്ല. പിന്നെ അന്ന് മീഡിയയുടെ ഈ സപ്പോർട്ടില്ല. ഇപ്പോഴാണ് ഈ ഒന്നുമില്ലാത്ത ആളുകൾ പോലും പെട്ടെന്ന് വൈറലാകുന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ. ഈ നവമാധ്യമങ്ങളുടെ വളർച്ചയാകാം. പക്ഷെ എന്ത് തന്നെയായാലും അന്നത്തെ ആ കാലഘട്ടത്തിലെ ഇതുപോലുള്ളൊരു അനിയന്ത്രിതമായ ഒരു സംവിധാന ഇടപെടലുകൾ ഉണ്ടാകാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ്. കാരണം ഇന്ന് എങ്ങനെയും പരിപാടികൾ നടക്കുക, അതിനോടൊപ്പം തന്നെ മത്സരത്തിൽ വിജയികളാവുക, അതിനുവേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് നമ്മുടെ കുട്ടികളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഇപ്പോഴും ഈ ആർഭാടത്തിന് ഒരു കുറവും വരുന്നില്ല. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഭരതനാട്യവും മോഹിനിയാട്ടവും നാടകമൊക്കെ ചെയ്തു വരുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് വെറും എന്താ പറയുക, ഗ്രേസ് മാർക്കിന് വേണ്ടിയാണ് പലരും വരിക. പക്ഷെ ഇതിന് കണ്ടിന്യൂറ്റി, അതിന് എനിക്ക് തോന്നുന്നു അന്നൊരിക്കൽ ഞാൻ ആകാശവാണിയിൽ പ്രഭാതഭേരി പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പ്രമുഖരായിട്ടുള്ള MG രാധാകൃഷ്ണൻ ചേട്ടൻ, അതുപോലെ നമ്മുടെ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ തുടങ്ങിയവരൊക്കെ ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്തി. അന്നത്തെ ഒരുപാട് നർത്തകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാം പറഞ്ഞൊരു സംഗതിയുണ്ട്. കാരണം കോമൺ ആയിട്ടൊരു ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡാൻസിനൊക്കെ ഒറ്റ ഡ്രസ് കോഡ് മതി, ആ കുട്ടിയുടെ കലാപ്രതിഭ തിരിച്ചറിയാൻ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരുന്നു. പക്ഷെ എങ്കിലും കടം വാങ്ങിച്ചൊക്കെ ആളുകൾ പങ്കെടുക്കുകയാണ്.
അപ്പൊ ഗ്രേഡ് പോലും കിട്ടാതെ പോകുന്ന അവസ്ഥ പറയുമ്പോൾ അതിനേക്കാൾ സങ്കടമാണ്. അപ്പൊ ഇതൊക്കെ ഒരു ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ നിയതമായ നല്ല കലാകാരന്മാർ വളർത്തിയെടുക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടെങ്കിലും അതിനകത്ത് ഈ പറയുന്ന പോലെ കുറെ അപ്രായോഗികമായ വശങ്ങളും ഉണ്ടെന്നുള്ളതാണ് സത്യം. ചേട്ടന്റെ ശിക്ഷണത്തിൽ ആരെങ്കിലും ഇത്തവണ നാടകത്തിനുണ്ടോ? നാടകമാണ് പ്രധാനമായിട്ടെന്ന് പറഞ്ഞ ഇപ്രാവശ്യം ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാന് പ്രത്യേകിച്ച് ഒന്നാമത് പ്രധാനമായിട്ട് ഇപ്പോൾ ഗാന്ധി ഭവന്റെ പ്രസിദ്ധമായ നാടകം വരുന്നുണ്ടായിരുന്നു. കാരണം നാടകരംഗത്തൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് തന്നെ ഒരു വലിയ ബിഗ് ബജറ്റ് പ്രോഗ്രാമായിട്ട് നവോത്ഥാനം എന്ന പേരിൽ നമ്മൾ എങ്ങനെ നമ്മളായി എന്നുള്ളതിന്റെ കൃത്യമായ ചിത്രം അഡ്വക്കേറ്റ് മണിലാൽ, പ്രമോദ് പയ്യന്നൂർ എന്നിവരുടെ സൃഷ്ടിയിലൂടെ കടന്നു വന്ന പ്രസിദ്ധമായ നാടകമാണ് നവോത്ഥാനം. ഈ നവോത്ഥാനത്തിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരായിട്ട് അഭിനയിക്കുന്ന ഞാനാണ്. അതും ഒരു ചരിത്ര നിയോഗമായിരിക്കാം. അപ്പൊ അതിന്റെ തിരക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ടും പിന്നെ അങ്ങനത്തെ പരിശീലനത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ കഴിയാതിരുന്നത് കൊണ്ടുമാണ് നമ്മുടെ ശിഷ്യഗണങ്ങൾ ആരുമില്ല. പിന്നെ ഈ വരുന്ന കുഞ്ഞുങ്ങളല്ല എൻ്റെ ശിഷ്യന്മാരാണ്, അല്ലെ എൻ്റെ പെൺമുറക്കാരാണ്. അവരോടൊക്കെ എല്ലാം എനിക്ക് സ്നേഹമേ ഉള്ളൂ. ഈ അദമ്യമായ ഈ കലയുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് സംസ്കരണമാണ്, അല്ലേ? എല്ലാ കലകളുടെയും പ്രത്യേകിച്ച് നാടകത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നതും സംസ്കരണമാണ്. ആ ഒരു സാംസ്കാരികത ഉണ്ടായത് കൊണ്ടാണ് കേരളത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ബാലറ്റിലൂടെ ലോകത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് രൂപം കൊണ്ടത് കേരളത്തിലാണ്. അതിന് പ്രധാന കാരണം KPSയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കലകൾക്കും ദൗത്യമുണ്ടെങ്കിലും നാടകത്തിന് എസ്പെഷ്യലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം അതിനകത്ത് സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, അഭിനയമുണ്ട്, നൃത്തമുണ്ട്, ചിത്രകലയുണ്ട്. ഇതിൻ്റെ എല്ലാം അനുരഞ്ജനമാണ് നാടകം. പക്ഷേ ഈ കാഴ്ചപ്പാടുകൾ നമ്മൾ ഈ കലോത്സവമാണെങ്കിലും മറ്റിതിലൊക്കെ ആണെങ്കിലും ഇതിൻ്റെ കാഴ്ചപ്പാടുകൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നാടകത്തിൻ്റെ ഒരു കൾച്ചർ മാറ്റിക്കൊണ്ട് തന്നെ ഈ പറയുന്ന പുതിയ സംവിധാനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അതിനെ ഈ പറയുന്ന മാധ്യമങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനൊരു വിനീതമായ അപേക്ഷ എനിക്കുണ്ട്. കാരണം ഞാനീ പറഞ്ഞ നവോത്ഥാനം പോലുള്ള നാടകങ്ങൾ നമ്മുടെ രംഗത്ത് വന്നപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി ഒരു വേദി അവതരിപ്പിക്കാൻ, പക്ഷെ അതൊരുപാട് സാമൂഹ്യമായ മാറ്റം അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിന്റെ ബോധതലത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അത്തരത്തിൽ ഈ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം പരീക്ഷണ നാടകങ്ങളെ മാധ്യമങ്ങൾ കുറേയും കൂടി ശ്രദ്ധയോടുകൂടി പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. ഈ നാടകത്തിന് ഇപ്പോ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായാലും പറയാനുള്ളത്? നാടകത്തിന്റെ ഇപ്പോഴത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവേ ഈ ഒരു കാലഘട്ടത്തിന്റെ മാറ്റമായിരിക്കും. നമ്മളൊന്നും ഈ പഴയ പോലുള്ള വിവേക ബുദ്ധിയോടോ അല്ലെങ്കിൽ ഈ സഹജീവികളോടുള്ള കരുണ അതിലൊക്കെ ഒരുപാട് കുറവ് സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ എല്ലാ നാടകങ്ങൾക്കും ഓരോ സന്ദേശം ഉണ്ടാവും. നാടകങ്ങളെടുത്ത് പരിശോധിച്ച് നമുക്കറിയാം, ഏത് നാടകമാണെങ്കിലും അതിനകത്ത് മഹത്തായ ഒരു സന്ദേശം എവിടെയെങ്കിലും ഉണ്ടാവും. മറിച്ച് ഇതൊന്നുമില്ലാതെ ഇത്തരം മെനക്കെടാൻ നമ്മുടെ ബൗദ്ധികമായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാതെ തന്നെ നമ്മൾ യാന്ത്രികമായി കാണുന്നതിനോടാണ് നമുക്ക് താല്പര്യം. കോമഡി ഷോ കാണാൻ ആളുണ്ട്, 5-10 ലക്ഷം രൂപ കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാത്ത കുറേ നേരം ചിരിക്കുക എന്നുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് വേറൊരു ചിന്തകളും അവശേഷിപ്പിക്കാത്ത കോമഡികൾക്ക് പോലും ലക്ഷങ്ങൾ മുടക്കാൻ ആളുണ്ട്. അതുപോലെ സിനിമാറ്റിക് ഡാൻസുകൾ, ഈ പറയുന്ന ഗാനമേള പോലും അത്തരത്തിൽ ഈ അടിച്ചുപൊളി പരിപാടി എന്നതിനപ്പുറത്ത് ഈ ഒരു സന്ദേശം നൽകുവാൻ ഈ ഒരു കലാരൂപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും അർഹമായ പരിഗണന നാടകത്തിന് കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ്. അതാണ് സത്യം. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് എൻ്റെ ഒരു സന്ദേശം ഉണ്ടായിരുന്നു, 1 ചൈൽഡ് 1 ആർട്ട്. ഒരു കുട്ടി ഏതെങ്കിലും കല പഠിക്കുക. അപ്പൊ കല ഒരു ലഹരിയായിട്ട് മാറുമ്പോൾ അവന് ഈ MDMAയുടെ പുറകിലോ അല്ലെങ്കിൽ പറയുന്ന മയക്കുമരുന്നിന്റെ പുറകിലൊന്നും പോകില്ല. അതൊരു സത്യമാണ്. ഈ നാടകത്തിന് ഇപ്പോൾ ഒരുപാട് സമകാലികമായിട്ടുള്ള വിഷയങ്ങൾ കുട്ടികൾ എടുക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നാടകത്തില് സമകാലികമായ വിഷയങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ കാലഘട്ടത്തിന്റെ കണ്ണാടിയാണെന്നാണ് പറയുക, അല്ലേ? അപ്പൊ അതിന്റെ നേർക്കാഴ്ചയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെ കലാകാരന്റെ കണ്ണിലൂടെ കാണുമ്പോൾ അവനത് ബോധനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണത്. അത്തരത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒത്തിരി നാടകങ്ങൾ ഇപ്പം നമ്മൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളെ ഹയർ സെക്കൻഡറിയുടെ ആണെങ്കിലും ഹൈസ്കൂൾ നാടകങ്ങളിലൊക്കെ തന്നെ ഈ നല്ല നല്ല പ്രമേയങ്ങൾ വന്നു. ഈ പ്രമേയങ്ങളെ നന്നായിട്ട് അവർ ആവിഷ്കരിച്ചു. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ അവരെ കണ്ടിന്യൂവേഷനോട് കൂടി അല്ലെങ്കിൽ തുടർന്നും അവരെ ഏത് ജോലി കിട്ടിയാലും ഈ കലയും കൂടെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ദുര്യോഗം. ചേട്ടൻ ഒരു നാടക കലാകാരന്റെ ഒരു സിനിമാ നടനാണ്. ഏതൊക്കെ സിനിമയിലാണ്? ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് ചെറിയ വേഷത്തിലായിരുന്നു, മമ്മൂട്ടിയുടെ കൂടെയായിരുന്നു. സ്റ്റാലിൻ ശിവദാസ് പറയുന്ന സിനിമയായിരുന്നു. പിന്നീട് ലിൻ രാജേന്ദ്ര സാറിന്റെ, ഗുരുനാഥനായ ലിൻ സാറിന്റെ അന്യർ എന്ന് പറയുന്ന ഫിലിമിൽ അതൊരു ഹിന്ദു തീവ്രവാദിയുടെ വേഷമാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം പ്രിയപ്പെട്ട നാട്ടുകാരെ, പുഴയമ്മ,
ബാല്യകാല സഖി, ഇങ്ങനെ സിനിമകളൊക്കെ ചെയ്തു. അതിലെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത സംഗതി ശ്രീനാരായണ ഗുരുദേവനെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയുണ്ടായിരുന്നു, വിശ്വഗുരു. അതിലെ പ്രധാന വേഷം അഭിനയിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ആ സിനിമയാണ് ഗിന്നസ് ലോക റെക്കോർഡ് കിട്ടിയ ഏക സിനിമ. അപ്പൊ എന്തായാലും ചേട്ടനെ പരിചയപ്പെട്ടതിൽ സന്തോഷം. കുറെ കാലത്തിന് ശേഷമാണ് കലോത്സവ നഗരിയിലേക്ക് വരുന്നത്. എന്തായാലും കൊല്ലംകാരനാണ്. അതുപോലെ കൊല്ലം എവിടെയാണ് വീട്? ഞാൻ അഞ്ചാലമൂട് അടുത്താണ് താമസിക്കുന്നത് ഇപ്പോൾ. കാരണം എൻ്റെ കുടുംബവും അങ്ങനെയാണ്. എൻ്റെ പിതാവും പഴയ ഗാഥികനായിരുന്നു, RP പുത്തൂർ എന്ന് പറയും. അപ്പം അതിൻ്റെയൊക്കെ എന്താണ് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ജന്മവാസനയുടെ അനിവാര്യമായ പരിണതി ആരെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷമുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നാടകത്തിന് നമ്മൾ നല്ല പ്രാധാന്യം ഇനിയും കിട്ടട്ടെ, കുട്ടികൾ കൂടുതൽ ആളുകൾ ഈ ഒരു നാടകത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പറയുന്നു. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ സതീഷിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Al Azhar Group of Institutions, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.